2027 നടക്കാൻ പോകുന്ന മഹാമഹത്തിൽ തിരുനാവായയിൽ 80 ലക്ഷത്തിലധികം പേര് പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്ന് മഹാമണ്ഡലേശ്വരർ ആനന്ദവനം ഭാരതി മഹാരാജ് ന്യൂസ് 18നോട്. സർക്കാർ ഇത് ഗൗരവത്തിൽ കാണണം, ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ തുടങ്ങണം. ഭരണം മാറിയതിന്റെ പ്രതിഫലനം ഇക്കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. 2027 മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെ 51 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാകും മഹാമാഘമെന്നാണ് അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞത്. 2027 മഹാമാഘമോത്സവത്തിൻ്റെ ആദ്യ സംഘാടക യോഗം തിരുനാവായിൽ ചേർന്നു. സ്വാമി ആനന്ദവനം ഭാരതിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ തവണത്തെ മഹാമാഘം ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. അതിൽ നിന്ന് മുൻനിർത്തി അടുത്ത വർഷത്തേക്ക് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലുള്ളത്? കഴിഞ്ഞ വർഷത്തെ മാഘം നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിപുലമായ ഒരു അനുഭവമായിരുന്നു. അതിൽ നമ്മൾ അഭിമുഖീകരിച്ചൊരു വലിയ ബുദ്ധിമുട്ട് അത്ര വിപുലമായിട്ടുള്ള ഒരു ധർമ്മജാഗരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സംഘാടകപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. സ്ഥലത്തിൻ്റെ പരിമിതി, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളെല്ലാം കാരണം ഈ വർഷം അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഭംഗിയായി മാഘം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും അതിന് കൃത്യമായിട്ടുള്ളൊരു സംഘാടന സംവിധാനവും അതിനൊരു ക്രമപ്പെടുത്തലുമൊക്കെ ഒരിക്കലും പൂർണ്ണമായിട്ടും ഭംഗിയാക്കാൻ കഴിയില്ല. കാരണം ഇത് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടി വരികയുള്ളൂ. നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരു കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് മുൻകൂട്ടി ഇതിൻ്റെ വ്യവസ്ഥകൾ മുഴുവൻ ക്രമീകരിക്കുക എന്നുള്ളതിനാണ് ഇത്തവണ പ്രാമുഖ്യം കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സഹകരണം ഉണ്ടായത് വലിയ തോതിൽ തന്നെ ബാധിച്ചെന്ന് അങ്ങ് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ സർക്കാരുകൾ മാറി തമിഴ്നാട്ടിലും കേരളത്തിലും. അതൊക്കെ ഇത്തവണ അനുകൂലമായൊരു സാഹചര്യം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ശരിക്കും അങ്ങനെ ആ രീതിയിൽ സർക്കാരുകൾ കാണേണ്ടതുമാണ്. കാരണം ഈ പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് ഒരു വലിയ സഹായകരമാകുന്ന ഒന്നാണ് ഇത്രയും വരുന്ന വലിയ രീതിയിലുള്ള ആളുകളുടെ പങ്കാളിത്തവും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പോൾ പ്രയാഗ്രാജിലെ മാത്രം ഉദാഹരണം എടുത്താൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, ആവർത്തിക്കുന്നതേ ഉള്ളൂ. സർക്കാരിന് 6000 രൂപ മുടക്കിൽ നേരിട്ട് 30,000 കോടി രൂപയുടെ വരുമാനവും ഇൻഡയറക്റ്റായിട്ട് 2 ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്ന ഒന്നായിരുന്നു. 30 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭിച്ച ഒന്നായിരുന്നു പ്രയാഗ്രാജിലെ മഹാകുംഭമേള. അപ്പം അതുപോലെ ഇവിടെയും വലിയ രീതിയിലുള്ള വികസനത്തിനും വലിയ രീതിയിലുള്ള സാമ്പത്തിക വിനിമയത്തിനും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്താനും ഒരുപാട് തൊഴിലവസരം സൃഷ്ടിക്കാനും ഒക്കെ ഇത് സഹായിക്കും. ആ രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തവും ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഇതിലുണ്ടാവണം എന്നാണ്. കാര്യങ്ങൾ ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും ആവശ്യപ്പെടും. അതേപോലെ തന്നെ സുരക്ഷ വലിയൊരു വിഷയമാണ്. കാരണം കഴിഞ്ഞ തവണത്തെക്കാട്ടിലും അധികം ആളുകൾ എത്തുന്നു. അങ്ങ് തന്നെ നേരത്തെ ആ സ്വാഗത പ്രഭാഷണത്തിൽ ചില ആശങ്കകളൊക്കെ പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒരു അടിസ്ഥാനമുണ്ടോ അത്തരം ആശങ്കകൾക്കൊക്കെ? കഴിഞ്ഞ തവണ മാഘത്തിൻ്റെ സമയത്താണ് മലപ്പുറത്ത് നിന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും അധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചത്. അപ്പം അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നതിൽ അതിൽ മാഘത്തെ അപകടപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയൊരു ധർമ്മജാഗരണം നടക്കുമ്പോൾ അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് നമ്മൾ മുൻകൂട്ടി കാണാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതൊരു മുൻകരുതലായിട്ട് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് കൂടിയാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതെല്ലാ തരത്തിലുമുള്ള സർക്കാർ സംവിധാനങ്ങളുടെ സുരക്ഷ ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളതും നമ്മൾ അതിൻ്റെ അധികൃതരുമായിട്ട് സംസാരിക്കും. 2028 പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നമുക്ക് സൂചിപ്പിച്ചു. അടുത്ത വർഷം 2027 എന്തൊക്കെ കാര്യങ്ങളാണ്, എത്ര ദിവസമാണ്, എങ്ങനെയാണ് അതിൻ്റെ വിഷയം? 2027 നമ്മൾ ഈ മാഘം എന്ന് പറയുന്നത് മാഘമാസമാണ്. ആ മാസം 2 തരത്തിൽ ആളുകൾ പരമ്പരാഗതമായിട്ട് 2 തരത്തിൽ കണക്കാക്കും. അമാവാസിയിൽ അവസാനിക്കുന്ന, അമാവാസി തുടങ്ങി അവസാനിക്കുന്ന രീതിയിലും പൗർണമിയിൽ തുടങ്ങി പൗർണമി അവസാനിക്കുന്ന രീതിയിലും. ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് പ്രയാഗ്രാജിലൊക്കെ എല്ലാ വർഷവും മാഘമേളകൾ നടക്കുന്നത്. 28 ദിവസമാണ് ഒരു മാസം. പക്ഷേ ഈ അമാവാസിയും പൗർണമിയും അവസാനിക്കുന്ന 2 കൂടി വരുന്നതുകൊണ്ട് ഒരു 45 ദിവസത്തിലേക്ക് അത് കടക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ മാഘമാസത്തിൽ പൂർണ്ണമായിട്ടുള്ള മാഘാചരണം ഉണ്ടാവും. ഒപ്പം തന്നെ മകരസംക്രാന്തി ദിനത്തിൽ ആരംഭിച്ച് ശിവരാത്രിയിൽ പൂർത്തിയാകുന്ന തരത്തിലുള്ള കാര്യക്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഒരു 50 ദിവസത്തോളമാണ്. അത് കൃത്യം ഡേറ്റ് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജനുവരി 14, 15 തീയതികളിലാണ് മകരസംക്രമം വരിക. മാർച്ച് ആദ്യമാണ് ശിവരാത്രി വരിക. ഗംഗാരതി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മറ്റുള്ള എല്ലാ ആശ്രമങ്ങളുടെയും ശിബിരങ്ങൾ, ആ ആശ്രമങ്ങളുടേതായിട്ടുള്ള കാര്യക്രമങ്ങൾ, പ്രത്യേക തരത്തിലുള്ള ഓരോ പരമ്പരകളുടെയും അനുഷ്ഠാന കലകൾ, വൈജ്ഞാനികമായിട്ടുള്ള സെമിനാറുകൾ, കലാ അവതരണങ്ങൾ, അങ്ങനെ പൗരാണികമായിട്ടുള്ള കാലത്ത് എങ്ങനെയൊക്കെയാണോ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞ മാഘത്തിൽ നടക്കുകയുണ്ടായി. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ തന്നെ ഇത്തവണ അത് കുറച്ചുകൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്തും ആ പങ്കാളിത്തമൊക്കെ ഉറപ്പുവരുത്തിയും സംഘടിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ശൂന്യതയിൽ നിന്നാണ് കഴിഞ്ഞ തവണ ഇത്രയും എത്തിയത്. അപ്പോൾ ഇത്തവണയ്ക്ക് ഒരുപാട് ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ?
ആത്മവിശ്വാസത്തെക്കാൾ ഉപരി നമ്മൾ ആ ഒരു ഉത്തരവാദിത്വത്തിനോടുള്ള ഒരു ഗൗരവമാണ്. കാരണം അത് കഴിഞ്ഞ തവണ ആ ഒരു വിജയം നമ്മളിൽ ഏൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഗൗരവമാണ് നമുക്ക് മുമ്പിലുള്ളത്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയതായിട്ട് തോന്നുന്നു, സ്വീകാര്യത ഉണ്ടായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ജനസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അതിന് ശേഷം കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പല പരിപാടികളിലായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ആത്മവിശ്വാസം, അതായത് ഇപ്പോൾ മാഘവുമായി ബന്ധപ്പെടുന്നു എന്നുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളതല്ല, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം. അത് ബിസിനസ്സുകാരായിക്കോട്ടെ, സാമൂഹിക പ്രവർത്തകരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആളുകൾക്കും, വിദ്യാർത്ഥികൾക്ക് പോലും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഇത് കാരണം എന്നുള്ളതാണ്. 4 മാസം മുമ്പേ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഘട്ടം എന്താണ്? നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും ഒക്കെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടും ഇതിനു വേണ്ടിയിട്ടുള്ള സംഘാടനത്തിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ അവിടെയും അവിടെ നിന്നുള്ള ആളുകൾ വരാനും അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ മാഘത്തിൻ്റെ സന്ദേശം പ്രസരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി. 40 ലക്ഷത്തോളം എന്നാണ് കണക്കേട്ട്. ഇത്തവണ എത്ര പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ നമ്മൾ കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നത് പോലുമില്ല. അപ്പം അതുപോലെ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ എങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും ആളുകൾ ഉണ്ടാകും. അതെ 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 അതെ. പക്ഷേ ഏതാണ്ട് കഴിഞ്ഞ തവണത്തേലും ഇരട്ടിലധികം ആളുകൾ എത്തുമ്പോൾ അത്രയും സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. എന്താണെങ്കിലും ജനുവരിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി മാഘം നടക്കുമെന്ന് അദ്ദേഹം ഉറപ്പു പറയുന്നു. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.